എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. എപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു അപ്പം ഇത് നിങ്ങളുമായിട്ട് കണക്ട് ആവും. ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഒന്ന് കമന്റ് കൂടി ചെയ്തിരിക്കുക. അപ്പൊ നമുക്കിന്ന് ആദ്യം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാമേ. പ്ലീസ് യൂണിവേഴ്സ്, എന്റെ വ്യൂവറിന്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ എനർജി കാർഡിന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ. എൻ്റെ വ്യൂവറിൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ. എൻ്റെ വ്യൂവറിൻ്റെ കറണ്ട് എനർജി എന്താണ്? അപ്പം നമുക്ക് നമ്മുടെ കറണ്ട് എനർജി കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വ്യൂവറിൻ്റെ കറണ്ട് എനർജി. ഇപ്പം നിങ്ങൾ കറണ്ട് എനർജി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് വാട്ട് വിൽ ഹാപ്പൻ വിത്തിൻ 3 months. പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ. 3 മാസങ്ങൾക്കുള്ളിൽ എൻ്റെ വ്യൂവറിന് എന്ത് സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ കാർഡ്. അതെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഈ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. ആണ് നമുക്ക് ഇതായ കാർഡാണ് ഈ മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി അതിന് യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ. പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ. എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഈ 4 കാർഡാണ് എടുത്തിരിക്കുന്നത്. ഈ 4 കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് എന്ന് വെച്ചാൽ ഇപ്പം ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവറിന്റെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാമേ. ദ സൺ ആണ് കറണ്ട് എനർജി. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവറിന്റെ കറണ്ട് എനർജി സൺ ആണ്. 3 മാസങ്ങൾക്കുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതിൻ്റെ കാർഡാണിത്. അത് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഈ മാറ്റങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് വേണ്ടി വന്നിരിക്കുന്ന കാർഡാണിത്. ഇതെന്ന് പറയുന്നത് 7 of Wands ആണ് വന്നിരിക്കുന്നത്. 7 of Wands ആണ് എന്ത് ചെയ്യണം എന്നുള്ളതിന് വേണ്ടി വന്നിരിക്കുന്നത്. യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഏസ് ഓഫ് Wands ആണ് യൂണിവേഴ്സിന്റെ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ വ്യൂവറിന്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ഇത് സൺ ആണ്. സൺ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ സന്തോഷവും വിജയവും ശുഭാപ്തി വിശ്വാസവും ചൈതന്യവും ഒക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ അർഹമായ ആത്മവിശ്വാസം ഒക്കെ ഉണ്ട്. ജീവിതം ഇപ്പോൾ വളരെ നല്ലതാണ്. നിങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലൊക്കെ കൈവരിക്കുമ്പോൾ സൂര്യൻ നിങ്ങളുടെ വഴിയിൽ പ്രകാശിക്കുന്നു. അതാണ് ഈ കാർഡ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നല്ലൊരു സിറ്റുവേഷൻ ആണ്, നല്ലൊരു അവസ്ഥയിലാണ് നിങ്ങളിപ്പം മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നോക്കാം. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ആ കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു പുതിയൊരു തുടക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഈ 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങും എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ കാർഡ് ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുതിയൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഇത്. അപ്പം പുതിയ വികാരങ്ങൾ, പുതിയ സ്നേഹം, അനുകമ്പ, ആത്മീയത, ഉണർവ്, അങ്ങനെ വൈകാരികമായ പൂർത്തീകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒരു കാർഡിലെ ചിത്രം സാധാരണ ഒരു കപ്പിൽ നിന്നും വെള്ളം ഒഴുകുന്നത് കാണുന്നില്ലേ? അത് സന്തോഷത്തെയും സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ആ കപ്പിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കണ്ടില്ല, അത് സന്തോഷത്തെയും സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിത ശൈലിയും ജീവിത വിജയവും കൈവരിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത്. പുതിയ സ്നേഹം, പുതിയ ബന്ധം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ പുതിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സമൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ല ഒരു മാറ്റമാണ് 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഉള്ള നിലയിലെക്കാട്ടിയും ഒരു പുതിയ കുറേ നല്ല ഒരു ജീവിതശൈലി നയിക്കാൻ
നിങ്ങൾക്ക് സാധ്യമാകും. അതിനുവേണ്ടി ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നത് എന്താണ്, നമുക്ക് അടുത്ത കാർഡിലോട്ട് പോകാം. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സ് ആണ്. 7 ഓഫ് വാണ്ട്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 7 ഓഫ് വാണ്ട്സിൽ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് എന്താണ്? ഈ ചിത്രത്തിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, പക്ഷെ ഒറ്റയ്ക്ക് അയാള് പോരാടുക അല്ലേ, ഒരു കുന്നിൻ മുകളിൽ ഒറ്റയ്ക്ക് നിന്ന് എതിരാളികളെ നേരിടുന്ന ഒരു ചിത്രമാണല്ലോ നമ്മളിത് കാണിക്കുന്നത്. അപ്പം അത് എന്തെന്ന് വെച്ചാല്, നിങ്ങൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത്, ഏത് വെല്ലുവിളികളെയും തരണം ചെയ്ത് സ്വന്തം നിലപാടിനു വേണ്ടി പോരാടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് എന്നാണ്. അപ്പൊ ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തടസ്സം ജീവിതത്തിൽ വന്നാലും അതിൽ നിന്നെല്ലാം തടസ്സങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയിട്ട് മുന്നേറാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ധൈര്യത്തോട് കൊള്ളണം എന്നാണ് ഈ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് യൂണിവേഴ്സിന്റെ സന്ദേശം എന്താണെന്ന് നോക്കാമേ. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. എന്തെങ്കിലും പുതിയതായി ചെയ്യാനുള്ള ശക്തമായ ആഗ്രഹവും അതിനുള്ള ഊർജവും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ തീപ്പൊരിയെ ആളി കത്തിക്കാൻ അനുവദിക്കുക, പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഭയമില്ലാതെ മുന്നോട്ട് പോവുക, നിങ്ങളുടെ അഭിനിവേശത്തെ പിന്തുടരുക. ഇത് വിജയത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിക്കും. ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇതിലെ പോസിറ്റിവിറ്റി മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോവുക. നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ. താങ്ക് യു.